വത്സ കണ്ണാട്ടിക്കൂലടാ, മക ചീപ്പായിരിക്കുന്നു. മുതലാളി വിളിച്ചോ? പിന്നെ പാസഞ്ചേഴ്സിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ. ഇവിടെ ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് കൊടുക്കണേ. ഇദ്ദേഹം ബസിന്റെ മുതലാളിയാണ്. പ്ലീസ് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അശാനെ ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, ആരും എണീക്കരുത്. പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണീക്കരുത് പ്ലീസ്. ആരും എണീക്കരുത്. നീ എന്താ പപ്പ ഈ കാണിക്കുന്നത്? പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായി എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാവാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്ന് വാങ്ങിട്ടൂടെ? വത്സ, ഹലോ, ഒന്നിറങ്ങണേ. സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. അയ്യേ, എന്താ വത്സ ഇത്? പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിപ്പോ ടയറിന്റെ പഞ്ചറിന്റെ അതെ, ഞങ്ങളുടെ കാശ് കിടത്തേ. ഇപ്പൊ 5 മിനിറ്റ് 5 അല്ല, നിങ്ങൾ 50 മിനിറ്റ് എടുത്തോ. ഞങ്ങളുടെ കാശ് ഇത് ഏത് കുപ്പത്തൊട്ടിന്ന് പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ ആവോ? ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും. ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? ഒരു ഓട്ടം ഓടിക്ക്. പോകുന്ന ആളാ ഇതിന്റെ മുതലാളി. അങ്കിൾ, ഈ പാട്ടവണ്ടി എന്ന് വെച്ചാ എന്താ? പാട്ടവണ്ടിയോ? പാട്ടവണ്ടി എന്ന് വെച്ചാൽ പാട്ട കൊണ്ടുണ്ടാക്കിയ വണ്ടി. വാട്ട് യു മീൻ ബൈ പാട്ട? പാട്ട മീൻസ് ഈ സ്മോൾ അലൂമിനിയം ബോക്സ് യു സീ ഇൻ കിച്ചൺ. പ്ലെന്റി ഓഫ് പാട്ട സ്മോൾ. അങ്കിളുടെ ബസ്സിനെ എന്റെ ഫ്രണ്ട്സ് ഇട്ടിക്കുന്ന പേരാ പാട്ടവണ്ടിന്ന്. ശരിക്കുള്ള മിനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാന്ന് മനസ്സിലായി. ഒരു ഭംഗിയില്ലാത്ത ബസ്. പ്ലീസ് അങ്കിൾ, ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ ആ ബസ് ഓടിക്കരുത്. ഞാൻ വല്ലാണ്ട് ചമ്മിപ്പോയി. അതിലിത്ര ചമ്മാൻ എന്തിരിക്കുന്നു? ഈ കളിയാക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പ്ലെയിൻ ഹെലികോപ്റ്റർ ഉള്ള പോലെ. നോൺസെൻസ്. ബാബു, മൈൻഡ് യുവർ വേർഡ്സ്. ഐ ഡോണ്ട് കെയർ. യു സ്റ്റോപ്പ്. നോ നോ. യെസ്. ആ ഡ്രൈവർ പെശകാന്ന് ഞാൻ പറഞ്ഞില്ലേ. വിസിലടിച്ചാൽ അയാൾ വണ്ടി നിർത്തൂല. അഥവാ നിർത്തിയാൽ തന്നെ റൈറ്റ് പറഞ്ഞിട്ട് കൊടുത്താണ്ട് വിടും ചെയ്യും. ആകാശത്തേക്ക് നോക്കിയിട്ടാണ് ബസ് ഹോട്ടലിൽ. ലാസ്റ്റ് ട്രിപ്പ് കട്ടായി. വണ്ടി അത് വർഷാപ്പ് കിടക്കണം. എന്തു പറ്റി? ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേ, തവിട്ട് പൊടിയാക്കി ഇടിച്ചാണ്ട് കയറ്റി കൊടുത്ത്. സൈഡ് കൊടുത്താണെങ്കിൽ പോട്ടെ, ഭാഗ്യത്തിന് ആളപായൊന്നും ഉണ്ടായില്ല. ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? അത് കള്ള പടുക്കൂസ് കൊടുക്കോ? പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ? എനിക്കൊന്നുമല്ല, നാളെ മുരളി എന്ന് സംസാരിച്ചു നോക്ക്. ആ എരണം കെട്ട സുവർ പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ അമ്മാതിരി ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആകെ പുലിവാലല്ലോ. ആയല്ലോ. ആ മാന്യൻ എവിടെ? ഏത് മാന്യൻ? 8000 ചില്ലാനം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക. കുറെ ചീത്തയും കിട്ടു. ആ കണ്ണുകൂട്ടനെ ബസിന്റെ അകത്ത്. ഓഹോ, സുഖിച്ചിരിക്കാണല്ലേ ഇവിടെ? താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ? കുന്നിലും മലയിലും വണ്ടി ഓടിച്ച് പ്രഗത്ഭനാണത്രേ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി. മിണ്ടി പോരുത്. ഇവിടെ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന്. ഇവിടെ മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ ഇത്, അറിയോ? ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടിയെടുത്ത് തന്റെ കണ്ണും ചൂഴ്ന്നെടുത്ത് തന്നെ. അറിയോ തന്റെ പേരെന്താ? ചാത്തുട്ടിന്ന്. താൻ ചാത്തൂട്ടിയല്ല, താൻ പോത്തൂട്ടിയാ. എന്നെ തൊലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ ഇയാൾ എന്റെ തലയെ കെട്ടി വെച്ചിരിക്കുക. എടോ, 8000-ഓളം രൂപ ഒരുത്തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ടേച്ച് വരിക. ചെറിയേട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു തൊഴിലാളിയാണ്. ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കൊന്നുകളയും. എല്ലാവരുമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? അങ്കിൾ, രണ്ടുപേരും അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരെന്നറിയില്ല. ബസിന്റെ പാസിനായിരിക്കും. മരെ കൊണ്ട് തോറ്റു. ആരാ? ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണർ അല്ലേ? അതെ. പാസിന്റെ കാര്യത്തിനാണെങ്കിൽ ഓഫീസിൽ വരണം. പാസോ? പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല. ഓണർമാർ ഞങ്ങൾ അന്വേഷിക്കാറുള്ളൂ. ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ. ഇറങ്ങി വരാനോ? ഓഹോ.
ഇങ്ങോട്ട് വരണം. ഏ? ഗൾഫിലായിരുന്നല്ലേ? അതെ. ആ അതുകൊണ്ട് ചിലപ്പോ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ട് കാണില്ല. KBTUവിന്റെ താലൂക്ക് സെക്രട്ടറി. KBTU എന്ന് വെച്ചാ? കേരള ബസ് തൊഴിലാളി യൂണിയൻ. ഓ. ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരം അല്പം കൂടുതലായിരിക്കുമെന്ന് അറിയാം. പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താ ഇപ്പൊ പ്രശ്നം? ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ ഡ്രൈവർ ചാത്തുട്ടി അത്തരത്തിലൊരു തൊഴിലാളിയാണ്. അയാളെ നിങ്ങൾ കണ്ണുപൊട്ടനെന്ന് വിളിച്ചു. ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി. ആരാ നിങ്ങൾ? യമധർമ്മനോ? റോഡിൽ ഓടുന്ന വണ്ടി ചിലപ്പോ മറിയും, ചിലപ്പോ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അവമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ആ അത് ശരി. അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരന് കൊടുത്ത 8000 രൂപയോ? നിർത്താം ഹേ നിങ്ങളുടെ രൂപ. എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപ കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത്. ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണ് നിങ്ങൾ അറിയും. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. ആരാ നീ ഇപ്പൊ അവമാനിച്ചത്? എന്താ നിനക്ക് എന്റെ ആവശ്യം? നേതാക്കന്മാരെ വെറുപ്പിച്ച് അവന് ബസ്സോടില്ല. മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാ പ്രഭാകരൻ. ആ ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ബസ് കയറ്റി കട പൊളിച്ചതിന് 8000 രൂപ കൊടുത്തത് ഞാനാ. അതിന് ഞാൻ ആ ഡ്രൈവറെ ഒന്ന് ദേഷ്യപ്പെട്ടു പോയി. അതാ കുഴപ്പം. തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത്. നമുക്ക് ദേഷ്യം വരരുത്. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മനസ്സിലായോ? ചാത്തുക്കുട്ടി ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടി ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങള്? ചാത്തുക്കുട്ടി ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ, എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഊണ്, കാപ്പി, ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേണമെന്ന് വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് തന്നെ ഒരു മുതലാളിയായിട്ട് കാണരുത്. അയ്യോ അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്താ ഇത്? എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിന് വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരോ ഒന്ന് പറയുന്നു. ആരോ പറഞ്ഞിട്ടുണ്ട്. അത് സമയമായിട്ടും പോകാത്തെന്താ? അയ്യോ സോറി കേട്ടോ. അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ? അപ്പം പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ? ഞാൻ വെച്ചോളാം എന്നാട്ടെ. ഓക്കെ കയറിയാട്ടെ. ചെട്ടിക്കാവ് 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 അമ്പലക്കടവ് ചെട്ടിക്കാവ് അമ്പലക്കടവ് ചെട്ടിക്കാവ് അമ്പലക്കടവ് ചെട്ടിക്കാവ് ചെട്ടിക്കാവ് അമ്പലക്കടവ് ചെട്ടിക്കാവ് അമ്പലക്കടവ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് മുതലാളിയാ. ഹംസേ, നമ്മുടെ വത്സ നല്ല മിടുക്കനല്ലേ? വലിയ മോശം പറഞ്ഞൂടാ. അങ്ങനെയല്ല. അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന്റെ അടുത്തുള്ള പെരുമാറ്റവും കണ്ടക്ടേഴ്സ് ആയാലും ഇങ്ങനെ വേണം. അല്ല ബ്രേക്ക് ഇൻസ്പെക്ടർ. അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാന്ന് അവര് തോന്നിയ മാതിരിയല്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ. എന്താ പ്രശ്നം? വത്സ ആ കടലാസ് അങ്ങോട്ട് എടുത്തോ. ബ്രേക്ക് ഇൻസ്പെക്ടർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ഓടുമ്പോ പിടിക്കുന്നത് കഷ്ടാ. ബസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ? ഇല്ല, ഞാൻ ഓർത്തില്ല. പിന്നെ നിങ്ങൾ എന്തോർത്തിരിക്കുന്നു? വേൻ ചെല്ലു, മൂപ്പർക്ക് ചൂടാവേണ്ടേന്. പുതിയ ആളാ, വലിയ കടുംപിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ. ഓക്കെ, ഞാനും വരാം. ഓണർ എന്ന് പറയുമ്പം ഒരു റെസ്പെക്ട് ഉണ്ടാവും അല്ലേ? പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം. ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ.